കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മനുഷ്യൻ്റെ ദേഹി അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രാണൻ അവനിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുന്നതിന് മുമ്പ് സമയം മുൻപോട്ട് പോയതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചിന്തിക്കാമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയാണ് ഈ ദേഹി കുടികൊള്ളുന്നത്? എവിടെയാണ്? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ്. ഈ ദേഹി മരിച്ചതിന് ശേഷം അതിൻ്റെ ചില കഴിവുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംസാരിപ്പാൻ കഴിയും, പ്രകാശിക്കാൻ കഴിയും, പ്രത്യാശിക്കാൻ കഴിയും, സന്തോഷിപ്പാനും ദുഃഖിക്കാനും കഴിയും, കേൾക്കാൻ, മണക്കാൻ, രുചിക്കാൻ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയും, വസ്ത്രം ധരിക്കാൻ കഴിയും, രൂപമുണ്ടാകും. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാനിടയായി തീർന്നു. ഇതൊക്കെ ആത്മീകമായി മനുഷ്യന് ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ അവകാശം പ്രാപിക്കുമ്പോൾ ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇത് എവിടെ നിന്ന് എവിടെയാണ് ഇത് കുടികൊള്ളുന്നത്? പലരും പറയും ഹൃദയത്തിലാണ്, പലരും പറയും ശരീരത്തിലാണ്, പലരും പറയും അന്തർഭാഗത്താണ്. ഇതൊക്കെ ശരി തന്നെ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദേഹി അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇരിക്കുന്നത് എവിടെയാണ്? നമുക്കതിന് ദൈവത്തിൻ്റെ വചനപ്രകാരം ചിന്തിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. വിശ്വാസത്താൽ 11:4 വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായേൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ബോധ്യമാകുന്നു. അതായത് മരിച്ചതിന് ശേഷവും ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാബേൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഹാബേലിൻ്റെ ശരീരം മണ്ണിൽ ഇട്ടിട്ടുണ്ട്. ഹാബേലിൻ്റെ ജീവരക്തം അവിടെ വീണിട്ടുണ്ട്. ഹാബേലിൻ്റെ മനുഷ്യാത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ് ദൈവത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഹാബേൽ എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ: ദേഹി അല്ലെങ്കിൽ പ്രാണൻ. ഇതാണ് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. വിശ്വാസത്താൽ ഹാബേൽ കായേൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവൻ നീതിമാനെന്ന് സാക്ഷ്യം പ്രാപിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അതുകൊണ്ട് മരിച്ച ശേഷവും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ച ശേഷം അവൻ സംസാരിക്കുന്നു. ആര് സംസാരിക്കുന്നു? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, അപ്പോൾ ഈ അവനവൻ എന്ന് പറയുന്നത് ആരാ? അവനവൻ എന്ന് പറയുന്നത് ആരാ? ശരീരത്തിൽ ഇരുന്നതാരാ? അതിന് ആ സമയത്ത് ചെയ്ത പ്രവൃത്തിക്ക് ഫലം അനുഭവിക്കേണ്ടതാരാ? ഇങ്ങനെ ഒരാളുണ്ട്. ഈ ആളാണ് ദേഹി, നമ്മൾ പറഞ്ഞ പ്രാണൻ. അത് ശരീരത്തെ വിടുന്ന അകത്തെ മനുഷ്യൻ. നമ്മൾ മുമ്പ് പറഞ്ഞ രൂപമുള്ളവനും ശരീരമുള്ളവനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യനാണ് പരിണിത ഫലം അനുഭവിക്കേണ്ടത്. ഈ മനുഷ്യനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ച ശേഷവും. സംസാരിക്കുന്നതിൻ്റെ കാരണം ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അതിൻ്റെ കാരണം ഈ മനുഷ്യൻ ഹാബേൽ വിശ്വാസത്താൽ തൻ്റെ സഹോദരനായ കായീനേക്കാൾ ഉത്തമമായ യാഗം കഴിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ അവൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്ന് മാത്രമല്ല സംസാരിച്ചത്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാണ്.
ആ വാക്യം കൂടെ നമുക്ക് വായിക്കാം. അവൻ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്. 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ 23-ാം വാക്യത്തിൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിയാന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പോൾ ഹാബേൽ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഹാബേലിൻ്റെ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുക ഉണ്ടാകാം. പക്ഷെ സംസാരിക്കുന്നത് ഏതാ? രക്തമാണ് സംസാരിക്കുന്നത്. രക്തത്തിന് ആ സംഭവം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രകാരം വായിക്കുന്നു. 4:9 വായിക്കുമ്പോൾ, പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന് ദേശം വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. അപ്പോൾ കർത്താവ് വന്ന് കായീനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എന്ത് ചെയ്യുന്നു? സഹോദരനായ ഹാബേലിനെ അവനോട് കയർത്ത് കായീൻ കൊന്നായിരുന്നു. കർത്താവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ, എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നവൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്താ ചെയ്തത്? നീ എന്താ ചെയ്തത്? നിന്റെ അനുജനെ നീ കൊന്നു, ശരി തന്നെയാണ്. പക്ഷെ അവൻ്റെ രക്തം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഒരു ദൈവഭക്തൻ്റെ പ്രത്യാശ. കായീനെ വെട്ടിക്കൊന്ന് ഒരാൾ കൊന്നിരിക്കട്ടെ, കായീനെ കൊന്നു കഴിഞ്ഞാൽ കായീൻ്റെ പ്രാണൻ നേരെ പാതാളത്തിലേക്ക് പോയി. അവിടെ പിന്നെ സംസാരം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നീതിമാനായ ഒരുവനെ കൊന്നു കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് നീതിമാനെന്ന് സാക്ഷ്യം പ്രാപിച്ച ഒരുവനെ കൊന്നാൽ ആ സമയം മുതൽ അവിടുന്ന് സംസാരം തുടങ്ങും. അപ്പോൾ അതായത് നീതിമാനെ കൊന്നാലും നീതിമാന്റെ സംസാരത്തെ നിർത്താൻ കഴിയില്ലെന്ന് അർത്ഥം. അവിടെ ഹാബേലിനെ കൊല്ലാൻ സാധിച്ചു, പക്ഷെ അവൻ്റെ രക്തത്തിൻ്റെ സംസാരം നിർത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇത് കായീൻ്റെ രക്തമാണ് സംസാരിച്ചത്. ഹാബേലിൻ്റെ രക്തമാണ് സംസാരിച്ചത്. രക്തം സംസാരിക്കുന്നത് എങ്ങനെയാണ്? അടുത്തത് നമ്മൾ ഓർക്കേണ്ടത്, ഈ രക്തം സംസാരിക്കുമ്പോൾ ഓർത്ത് കൊള്ളണം, ഹാബേലിൻ്റെ ശരീരം മണ്ണിൽ കിടക്കുക. ഹാബേലിൻ്റെ ശരീരം മണ്ണിൽ കിടക്കുക. അതിന് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല, കാരണം ജീവൻ അറ്റുപോയി. പിന്നെ സംസാരിക്കുക എന്ന് പറയുന്നത് അവിടെ നിന്ന് മരണത്തിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരാത്മാവുണ്ട്, അല്ലെങ്കിൽ ദേഹിയുണ്ട്. ഇതാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഈ രക്തത്തോട് ചേർന്നാണ് ഈ ദേഹി സ്ഥിതി ചെയ്യുന്നതാണ് നമ്മൾ ഈ ചിന്തിക്കുന്നതിന് ആധാരം. അപ്പോൾ മനുഷ്യൻ്റെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത് അവൻ്റെ രക്തത്തോട് ചേർന്നായിരിക്കണം. രക്തത്തിലെവിടെയായിരിക്കുന്നു? നമ്മൾ ഉദാഹരണമായിട്ട് ഈ രക്തത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ രക്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ മുഖത്തെ ഭാവം മാറുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ആകെ അലഞ്ഞു വരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് നല്ല തണുത്ത ഒരു ഗ്ലാസ് വെള്ളം, 1-2 ഗ്ലാസ് വെള്ളം മധുരമിട്ട് ഇത്തിരി ഗ്ലൂക്കോസും ഒക്കെ ഇട്ട് ഇത്തിരി ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അങ്ങ് കൊടുത്തു. ഇത് വയറ് നിറച്ചങ്ങ് കുടിച്ചു സെക്കൻഡുകൾക്കുള്ളിൽ മുഖം അങ്ങോട്ട് തെളിഞ്ഞു. എന്താ കാരണം? മുഖം തെളിഞ്ഞെങ്കിൽ അതിന് സംശയം വേണ്ട, അവൻ്റെ രക്തത്തിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം മറ്റ് ജീവികൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ്, മനുഷ്യൻ്റെ രക്തത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും അത് അവൻ്റെ മുഖത്ത് പ്രതിഫലിക്കും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും പാനീയം കുടിച്ചാലും അതപ്പോൾ തന്നെ മുഖത്തുണ്ടാവും. അപ്പോൾ രക്തത്തിന് മാറ്റം വന്നിട്ടുണ്ട്. എന്താ രക്തത്തിൽ വന്ന മാറ്റം? രക്തത്തിൽ ജലാംശം, അതായത് വരണ്ട അവസ്ഥ മാറി ജലാംശം കടന്നിരിക്കുന്നു. എങ്ങനെ കടന്നിരിക്കുന്നു?
കുടലിൽ കുടലിൽ നിന്ന് ആണ് രക്തത്തിലേക്ക് കടക്കുന്നത്. കുടലിൽ പരിണമിക്കുന്നു എന്നാ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ രക്തത്തിലേക്ക് കുടലിൽ പരിണമിച്ച് പ്രവേശിച്ചു. കുടലിൽ എവിടെ നിന്ന് വന്നു? വായിൽ കൂടി കുടിച്ച് രുചിച്ചിറക്കിയ ആ പാനീയം. അപ്പോൾ ഇതിപ്പോൾ എവിടെയായിരിക്കുന്നു? രക്തത്തിലായിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം എന്തുണ്ടായി? മുഖം അല്പം പ്രകാശിക്കുന്നു. അപ്പോൾ കുടിച്ച വെള്ളം മുഖം പ്രകാശിക്കുന്നു. ഈ രക്തത്തിൽ ഏത് ഭാഗമാണ് ഈ ജലത്തെ വഹിച്ചത്? ഈ ജലത്തെ വഹിച്ചത് രക്തത്തിൽ ഏത് ഭാഗമാണ്? ഈ രക്തത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ജീവാംശമെന്നും ഒന്ന് ജഡാംശമെന്നും 2 തരത്തിലുള്ള 2 തരത്തിലുള്ള ഭാഗമുണ്ട്. അതായത് നമ്മളൊരല്പം രക്തം കയ്യിലെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലെടുത്ത് അത് വെച്ചിരിക്കുക. ഇത് ജീവനാണ്. ശരീരം മുഴുവനും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ രക്തം എടുത്ത് നമ്മളൊരു പാത്രത്തിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ദിവസം കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോഴത് ഉറയ്ക്കും, കട്ടയാവും. ചിലപ്പോൾ അത് കേടുവന്നു, അതായത് പാലും മറ്റും കേടുവരുന്ന പോലെ കേടുവന്നിരിക്കുന്നതാണ്. ചില ദിവസങ്ങൾ നമ്മളങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് ഒഴിച്ചാൽ ഇത് മണ്ണിനോട് ചേർന്നു. അപ്പോൾ രക്തം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ രക്തം തന്നെയാണ് നിങ്ങളുടെ ജീവൻ. ഈ ജീവൻ മണ്ണിനോട് ചേരുമോ? ഇല്ല. ചേരുന്നത് രക്തത്തിൽ ജഡാംശമെന്നും ജീവാംശമെന്നും 2 ഭാഗമുണ്ട്. ഇതിൽ ജഡാംശമാണ് നമ്മളീ പറഞ്ഞത്, ഈ ചുവന്ന കളറിലുള്ള ഈ ഈ ദ്രാവകം. ഈ ദ്രാവകമാണ്. ഈ ദ്രാവകമാണ് ഈ ദ്രാവകം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന് മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്, ജീവാംശം എന്ന് പറയുന്നത്. ഈ രക്തചംക്രമണം നടക്കുമ്പോൾ, അതായത് ജീവാംശം മാത്രമേ ഇതിലുള്ളൂ. ഇത് ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു വശം ജീവാംശം എന്ന് പറഞ്ഞ ഒന്നുകൂടി ഉണ്ട്. അതും കൂടി ചേർന്നാണ് ജീവരക്തമായി തീരുന്നത്. അങ്ങനെ ശരീരം മുഴുവനും ഈ ജീവൻ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതിനകത്തു നിന്നാണ് ഈ ജഡാംശം മാത്രം മാറ്റിയത്. അപ്പോൾ കുടിച്ച പാനീയം ഇതിലേത് ഭാഗത്തേക്ക് കടന്നു? അതായത് കുടിച്ച പാനീയം ഭൗതികമാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം എന്നീ പറയുന്ന 5 മൂലപദാർത്ഥങ്ങളാണ് ലോകം, ഈ ഭൂമിയിൽ. ഇതിൽ നിന്ന് ഉള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന ദ്രാവകം. അപ്പോൾ രക്തത്തിലുള്ള ഈ ജഡാംശത്തിലേക്ക് കഴിച്ച ആ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ സോഡയോ അല്ലെങ്കിൽ ആ ഗ്ലൂക്കോസ് വെള്ളമോ കടന്ന് ഈ ശരീരം മുഴുവൻ ഇതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് ജഡാംശമാണ്. അപ്പോൾ രക്തത്തിലെ ജഡാംശം ഭൗതിക വശത്തെ വഹിക്കുന്നു. അതല്ലേ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്തൊരു മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും ശരീരം മുഴുവനും. ഇനി മറ്റൊന്ന്, ഒരാൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ, കാരണം സാമ്പത്തികമായിട്ട് എല്ലാം തകർന്നു, മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വാർത്ത കേൾക്കാനിടയായി തീർന്നു. അദ്ദേഹത്തിന് ഒരാൾ വലിയൊരു സംഖ്യ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ തയ്യാറായി. അയാൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളത്, താൻ ആഗ്രഹിക്കുന്നതിനും താൻ നനയ്ക്കുന്നതിനും എല്ലാം ഉപരിയായിട്ടുള്ള വലിയൊരു സംഖ്യ തൻ്റെ ജീവിതത്തിൽ കൈവശമാക്കാൻ ഒരു സന്ദർഭം വന്നു. അത് കൈവശമാക്കി. ഈ വാർത്ത അങ്ങ് കേട്ടതോടുകൂടി താൻ അത്രയും സമയം തൻ്റെ മുഖം വാടിയും തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ചിന്താകുലനായിട്ടും ഭയപ്പെട്ടും ഇരുന്ന ആ മനുഷ്യൻ്റെ മുഖം ഈ വാർത്ത കേട്ടതോടുകൂടി കളറ് മാറി, സന്തോഷമായി. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പലരോടും, എന്നാൽ നിൻ്റെ മുഖത്തൊരു സന്തോഷം, മുഖത്തൊരു പ്രകാശം ഉണ്ടല്ലോ. ആ പ്രകാശം അവിടെ നിന്ന് വന്നു. ആ പ്രകാശം രക്തത്തിന് മാറ്റം വരാതെ മുഖത്തിന് മാറ്റം ഉണ്ടാവില്ല. രക്തത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. രക്തത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? രക്തത്തിൽ ഒരു നല്ല വർത്തമാനം കലർന്നിരിക്കുന്നു.
ഈ രക്തത്തിൽ ഇത് എവിടെ വെച്ച് കലർന്നു? രക്തത്തിൽ കലർന്നതിന് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു എന്ന് സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം അതിലേക്ക് ഹൃദയത്തിൽ വെച്ച് ഈ രക്തത്തിലേക്ക് വർത്തമാനം കലർന്നു. ഹൃദയത്തിൽ എങ്ങനെ വന്നു? അവൻ ഒരു നല്ല വർത്തമാനം ചെവികളിൽ കേട്ടത് ചെവികളിൽ നിന്ന് ഹൃദയത്തിലെത്തി. ചെവികളിൽ ഇത് കേൾപ്പിച്ചതാരാ? അത് വേറെ ഒരാൾ കേൾപ്പിച്ചു. ആള് വിശ്വസ്തനായതുകൊണ്ട് ഇദ്ദേഹം അത് കേട്ടത് വിശ്വസിച്ചു. വിശ്വസിക്കുന്നവൻ്റെ കുടിക്കുന്ന വെള്ളം കുടലിൽ പരിണമിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന വചനം ഹൃദയത്തിൽ പരിണമിച്ച് രക്തത്തിൽ കലരുന്നു. അതാണ് ഈ പറഞ്ഞ മുഖത്തെ കളർ മാറിയത്. അപ്പോൾ 2 തരത്തിലും കളർ മാറാം. മുഖത്തെ പ്രകാശം വരാം, മുഖത്തെ ഭാവത്തിന് വ്യത്യാസം വരാം. എങ്ങനെയൊക്കെ? 1 വാർത്തയാലും, 2 ഭക്ഷണപാനീയങ്ങളാലും. ഭക്ഷണപാനീയങ്ങൾ രക്തത്തിൽ കലരുന്നത് കുടലിൽ പരിണമിച്ച്, എന്നാൽ വാർത്ത അല്ലെങ്കിൽ വർത്തമാനം രക്തത്തിൽ കലരുന്നത് ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചു. ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ മൃഗങ്ങളെക്കാൾ അതിനുള്ള മാറ്റം, അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ മനുഷ്യനുള്ള വ്യത്യാസം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കാര്യം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഈ മനുഷ്യന് ദേഹിയാണ് വിവേകം തരുന്നത്. ആ ദേഹി എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനാണ്. ഇത് മനുഷ്യൻ്റെ അകത്ത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. വീണ്ടും നമ്മൾ പഠിക്കുകയാണ്. അതായത് ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഭക്ഷണപാനീയങ്ങൾ രക്തത്തിൽ കലരുന്ന വിധം, വർത്തമാനങ്ങൾ, വാർത്തകൾ രക്തത്തിൽ കലരുന്ന വിധം, ഇത് രണ്ടും നമ്മൾ ഗ്രഹിക്കാനിടയായിട്ടുണ്ട്. എന്നാൽ ദേഹി എവിടെ ഇരിക്കുന്നു എന്ന് ഇപ്പോഴും നമുക്ക് അറിവായിട്ടില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ചു. 1 പത്രോസ് 1:12. സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ആ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷകൻ സുവിശേഷം അറിയിച്ചു. സുവിശേഷം കേട്ടു, വിശ്വസിച്ചു. വിശ്വാസം എങ്ങനെ വരുന്നു? കേൾവിയാൽ. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ. വചനം പ്രസംഗിക്കുന്നവനാൽ. പ്രസംഗിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് അയച്ചതുകൊണ്ട്. അതാണ് അതിൻ്റെ കണ്ണി. അതാണ്. അങ്ങനെ അവൻ വിശ്വാസമായി പരിണമിച്ചതോടുകൂടി ഇവൻ്റെ, നമ്മൾ പറഞ്ഞല്ലോ, ഭക്ഷണപാനീയങ്ങൾ ചെല്ലുന്നത് കുടലിൽ പരിണമിച്ച് രക്തത്തിൽ കലരും. വാക്കുകൾ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ച് രക്തത്തിൽ കലരും. അങ്ങനെയാണ് ഇത് രക്തത്തിലേക്ക് രക്തത്തിലേക്ക് കടന്ന ഈ വർത്തമാനം രക്തത്തിലെ ജഡാംശം ഭക്ഷണപാനീയങ്ങളെ വഹിച്ചുകൊണ്ട് സംക്രമിക്കുന്നു. എന്നാൽ രക്തത്തിലെ ജീവാംശം വിശ്വസിച്ച വചനത്തെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നു. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നത്, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശ്വസിച്ചവരിൽ വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ച് വ്യാപരിക്കണമെങ്കിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രക്തമാണ്. അതിലേക്ക് വിശ്വാസത്താൽ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചപ്പോൾ അത് രക്തത്തിലേക്ക് കടന്നു. രക്തത്തിൽ ഏത് ഭാഗത്ത് കടന്നു? രക്തത്തിലേക്ക് കിടക്കുന്ന വാർത്തകൾ, വചനങ്ങൾ ജീവാംശത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ രക്തത്തിൽ കടന്ന ഈ വർത്തമാനം ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മനുഷ്യൻ്റെ കാഴ്ച മാറും, ആ മനുഷ്യൻ്റെ സ്വഭാവം മാറും,
പല മാറ്റങ്ങളും ആ സമയത്ത് വരും. വ്യാപരിച്ചാൽ കേൾക്കുന്ന വചനം ഹൃദയത്തിലെത്തി വിശ്വസിച്ച് വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞാൽ മാറ്റം വരും. ഈ മാറ്റം വരുമ്പോഴും ഈ മാറ്റം വരുമ്പോഴും അതിൻ്റെ പൂർത്തീകരണം വന്നിട്ടില്ല. മാറ്റം വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഈ വചനം, വ്യാപരിച്ച വചനം, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു, പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിച്ചു, പ്രസംഗത്താൽ വചനം വന്നു, വചനം കേട്ടു, കേട്ടത് വിശ്വസിച്ചു, വിശ്വാസമായി പരിണമിച്ചത് രക്തത്തിൽ കടന്നു, അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വചനം അനുസരിക്കുമ്പോൾ അങ്ങ് അനുസരിക്കുമ്പോൾ വ്യാപരിച്ച വചനം ജീവനായി പരിണമിക്കും. വ്യാപരിച്ച വചനം ജീവനായി പരിണമിക്കും. അപ്പോൾ രക്തത്തിലെ ജീവാംശം കേട്ട വചനത്തെ സർക്കുലേറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം അനുസരിക്കുമ്പോൾ ഈ വചനം ജീവനായി സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയമാണ് ക്രിസ്തുവിൻ്റെ ജീവരക്തം മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്നത്. ക്രിസ്തുവിൻ്റെ ജീവരക്തം എങ്ങനെ മനുഷ്യനിൽ വരുന്നു എന്നുള്ളതാണ്. ഇതാണ് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം അതാണ്. അനുസരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവർത്തിച്ച വിശ്വാസം എന്ന് പറഞ്ഞത് ജീവനാണ്. ഈ ജീവനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഈ ജീവൻ ആയതോടുകൂടി ഇത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്ന എവിടെയാ? ക്രിസ്തുവിൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്ന എവിടെയാ? ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. ഈ ലേഖനം അല്ലെങ്കിൽ ഈ സുവിശേഷം ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് എഴുതിയിരിക്കുന്നത്. തീർന്നിട്ടില്ല. 20-31 നമ്മൾ വായിച്ചോളണം. 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളിൽ വരുവാൻ നമ്മൾ കേൾക്കേണ്ട സുവിശേഷം ഏതാ? അതാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. കാര്യത്തിന്റെ ഗൗരവം കിടക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തിലാണ് കർത്താവിന്റെ ജീവൻ ഇരിക്കുന്നതെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. ഈ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ടായത്. അപ്പോൾ ഈ നാമത്തിലുള്ള സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, രക്തത്തിൽ കലർന്നു, അത് വ്യാപരിച്ചു. അതനുസരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ജീവനായിട്ട് അവൻ്റെ ഉള്ളിൽ വന്നു. ഈ സമയത്താണ് യഥാർത്ഥത്തിൽ മരിച്ചു കിടക്കുന്ന അവൻ്റെ ദേഹി ജീവിക്കുന്നത്. ഈ സമയത്താണ്, അതായത് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നുള്ള വചനപ്രകാരം അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താലും അനുസരണത്താലും ക്രിസ്തുവിൻ്റെ ജീവൻ വന്ന്, ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ രക്തത്തിന് തുല്യമാണ്, അത് രക്തത്തളിയായിട്ട് വന്ന് പാപങ്ങളുടെ മോചനം സംഭവിച്ചു. അവരിൽ നിന്ന് പാപങ്ങളുടെ മോചനം സംഭവിച്ചു. അതോടുകൂടി അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് കർത്താൻ വചനത്തിലുള്ളതുപോലെ ഈ രക്തത്തിൻ്റെ തളിയാൽ പാപമോചനം ഭവിച്ച ദേഹി ജീവിച്ചെഴുന്നേറ്റു. അവനാണ് വിവേകി. അവന് മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവമെന്ന് വിളിക്കാൻ അറിയാവൂ. അല്ലാത്തവർ പറയുന്നതൊക്കെയും വ്യാജമാണ്. ഈ പറയുന്നത് ലഭിക്കാനും മനസ്സിലാക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ശ്രദ്ധിക്കുക, ഇതല്ലാതെ ഒരുവൻ്റെ ഉള്ളിൽ ക്രിസ്തു വരാനും പാപമോചനം പ്രാപിപ്പാനും ദേഹി ജീവിക്കാനും വിവേകമുണ്ടാകാനും സത്യദൈവത്തെ കണ്ടെത്താനും വേറെ വഴിയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.